ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും വറഹമത്തുള്ള. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്തൊക്കെ വെച്ചാൽ ഇന്ന് എൻ്റെ വീട്ടിൽ മൗലൂദാണ്. പിന്നെ നമ്മുടെ റാസി ബേബിക്ക് മാമു കൊടുക്കലാണ്, ചോറ് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒരു വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ പിന്നടുത്തൊക്കെ വന്ന് പൂപ്പിനൊക്കെ കണ്ടെന്ന് കളിപ്പിക്കുകയാണ് കേട്ടോ. പൂപ്പിയുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ഉഷാറായിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തായാലും ഉമ്മീൻ്റെ അടുത്ത് പോയേക്കാം. ഉമ്മി ബേബി ഉറങ്ങുന്ന ടൈമിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ്, ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂപ്പിൻ്റെ അപ്പം ഞാൻ എന്നും കളിക്കാറുണ്ട്. ഇന്ന് ഞാൻ പൂപ്പിക്ക് അധികം ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൂപ്പി അധികം പുറത്തൊന്നും ഇറക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും പൂപ്പ് ഞാൻ ഇനി ഉമ്മീൻ്റെ അടുത്തൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാ കണ്ട് റാസി ബേബി ഉറങ്ങുകയാണ്. എന്നാലും നമുക്ക് ഉമ്മീൻ്റെ അടുത്ത് പോയേക്കാം. ഉമ്മ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതാ ഇപ്പോൾ ബീഫ് കട വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഉമ്മി പാലൊക്കെ ഒഴിച്ചാണ് ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഉമ്മച്ചി കണ്ണൂർക്കാരായതുകൊണ്ട് തന്നെയാണ് നല്ല ടേസ്റ്റുള്ള അടിപൊളി ഫുഡുകളായിരിക്കും ഉമ്മ ഉണ്ടാക്കുന്നത് തന്നെ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്ന ഓരോ ഫുഡുകൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി പിന്നെ നമ്മൾ ബേബിക്ക് മാമു കൊടുക്കലും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതും ഉണ്ട്, പിന്നെ മൗലൂദും ഉണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. ഇപ്പോൾ ഇതാ നമ്മളെ ബീഫ് വെന്തിട്ടുണ്ട്. പിന്നെ ഉമ്മി ബീഫിക്കുള്ള മസാലകൾ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ണൂർ സ്പെഷ്യലായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ലേ, അതൊക്കെ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റുള്ള ഫുഡ്സായിരിക്കും കൂടുതലും ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ഞാൻ ഇതിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ മൗലൂദൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ മൗലൂദെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ റാസി ബേബിക്ക് മാമു കൊടുക്കലാണ് കേട്ടോ. റാസി ബേബിക്ക് മാമു കൊടുക്കുമ്പോൾ അവനക്ക് അതിന് പറ്റുന്നൊന്നുമില്ല, എന്നാലും നമുക്ക് കൊടുത്തല്ലേ പറ്റൂ. ഈ മലപ്പുറം നാട്ടിലുള്ളൊരു ചടങ്ങാണെന്നത്. ഇങ്ങനെ ബേബിയുടെ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ചോറ് കൊടുക്കണം എന്നുള്ള ഇവിടുത്തെ ഒരു ചടങ്ങാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ റാസി ബേബിനെ ഉറക്കിയതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടി അൽഹംദുലില്ലാഹ് റാഹത്തായി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞാൻ ഒരു പുഡിങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുഡിങ് കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോയിട്ടോ. ഇതവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ഞാൻ ബൈ ബൈ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വേറെ വീഡിയോയുമായി കാണാം.